സംസ്ഥാനത്തെ മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 മാർച്ചിലാണ് UDF സർക്കാർ ബാറുകൾക്ക് താഴിട്ടത്. ബാറിൽ ജോലി ചെയ്തിരുന്ന 5813 പേരുടെ ജോലിക്ക് കൂടി അന്ന് പൂട്ട് വീണു. തൊഴിൽ നഷ്ടമായ ബാർ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുമെന്ന് അന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പുനരധിവാസ പദ്ധതിക്കായി ബിവറേജസ് കോർപ്പറേഷൻ വഴി വിൽക്കുന്ന മദ്യത്തിൽ 5% സെസ് ഏർപ്പെടുത്തി. ഈ ഇനത്തിൽ 727 കോടി രൂപയാണ് കഴിഞ്ഞ മാർച്ച് മാസം വരെ സർക്കാർ ഖജനാവിൽ എത്തിയതെന്ന് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു. എന്നാൽ 8,79 ലക്ഷം രൂപ മാത്രമാണ് തൊഴിലാളികൾക്ക് സർക്കാർ നൽകിയത്. അതായത് 5813 തൊഴിലാളികളിൽ ഓരോരുത്തർക്കും 15,000 രൂപ വീതവും ആത്മഹത്യ ചെയ്ത 3 തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്ക് 60,000 രൂപ വീതവും മാത്രമാണ് നൽകിയതെന്ന് ചുരുക്കം. ഇപ്പം നമുക്ക് വിവരാവകാശ പ്രകാരം ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുന്ന കണക്ക് പ്രകാരം 727 കോടി രൂപ മാർച്ച് 31, 2017 മാർച്ച് 31 വരെ പിരിച്ചതായിട്ടാണ് അറിയുന്നത്. 15,000 രൂപ ഒഴിച്ച് ഇതുവരെ ആർക്കും ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. തൊഴിൽ നഷ്ടമായ ജീവനക്കാരിൽ പകുതിയിലേറെയും മധ്യവയസ്സ് പിന്നിട്ടവരാണ്. ഇവർക്ക് മറ്റു തൊഴിലുകൾ തേടിപ്പോകാനുള്ള ശാരീരികാവസ്ഥയില്ല. പുനരധിവാസം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ സർക്കാരിനെ സമീപിച്ചു. എന്നാൽ അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ലെന്നാണ് ഇടത് സർക്കാരിൻ്റെ നിലപാട്. തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നിഷേധിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ തൊഴിലാളികൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.